ആദരിക്കാൻ ക്ഷണിക്കാൻ വരികയാണ്. അപ്പൊ കാറിൽ വരാൻ പറ്റൂല, അതുകൊണ്ട് ബസ്സിൽ തന്നെ പോയിട്ട് തായ്മയോട് ഉസ്താദിന്റെ റൂമിലേക്ക് കടന്നപ്പോ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവിടുന്ന് കൂടെയുള്ളവരോട് പറഞ്ഞു, എപി ഉസ്താദിനെ ഞാൻ അറിയുകയാണ്. ഞാൻ റൂമിലേക്ക് കടന്നപ്പോ എന്റെ ഹബീബിന്റെ സ്മെൽ എനിക്ക് വരികയാണ്. അതേ ഷാർ മുബാറക്കുള്ള റൂമിലേക്കായിരുന്നു കുണ്ടൂർ ഉസ്താദ് എന്ന് കടന്നത്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് അവരൗലിയാക്കളാണ്, മഹാന്മാരാണ്. അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാത്ത, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്ന മഹാന്മാർ. ആ മഹാന്മാരെ കണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ആശീർവദിക്കുകയാണ്. ഇനി ഞാൻ അതിൽ നിന്ന് ഒരു രംഗം കൂടി കാണിച്ചു തരാം. ഏതിൽ നിന്ന്? കുണ്ടൂർ ഉസ്താദിന്റെ അവസാനത്തെ ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹമായ അവിടുന്ന് ഉസ്താദിനെ ആദരിക്കുന്ന ചടങ്ങിൽ എല്ലാവരുമുണ്ട്. കുണ്ടൂർ ഉസ്താദുണ്ട്, താജുൽ ഉലമയുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെ കാന്തപുരം ഉസ്താദ് അതാ അങ്ങ് മക്കയിലുള്ള അബ്ബാസ് മാലിക്കിയോട് തന്റെ സമ്മേളനത്തിന്റെ വിവരങ്ങൾ ഫോണിലൂടെ പറയുകയാണ്. അബ്ബാസ് മാലിക്കി എന്ന പണ്ഡിതൻ ഫോണിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ബുർദ ചൊല്ലുന്നതും ആഘോഷിക്കുന്നതും ആളുകൾ തക്ബീർ ചൊല്ലുന്നതും എല്ലാം കൂടി ഒരല്പസമയം നിങ്ങൾ കണ്ടോളൂ. കുണ്ടൂർ ഉസ്താദ് എന്ന മഹാനായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ കാന്തപുരം ഉസ്താദിനെ ആശീർവദിക്കുന്ന രംഗം, ആ രംഗത്ത് ആ സ്റ്റേജിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. شيخ أبو بكر معك. كيف حالكم شيخ أبو بكر؟ الحمد لله طيب. مباركين إن شاء الله. فلنا جلسة بمناسبة ميلاد النبي صلى الله عليه وسلم. أنت ما شاء الله الرجل المجاهد. نعم الله يتقبل. أنت الرجل المجاهد في نشر العلم. كل الناس يرغبون دعاءكم. أنت الرجل المجاهد واسمك قمر العلماء. إن شاء الله. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുന്നണി പോരാളിയായ ഷെയ്ഖ് അബൂബക്കറിനെ ആദരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ താനും പങ്കാളിയാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. യാ അഹ്ലുൽ ഹിന്ദ് ഇൻദകും റജുലുൻ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. ഖമറുൽ ഉലമയായ കാന്തപുരത്തിന്റെ കീഴിൽ സുന്നി പടയണിയുടെ സുദീർഘഗമനത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രവാചക കീർത്തനങ്ങൾ ഈണത്തിൽ ചൊല്ലി അദ്ദേഹം സദസ്സിനെ ആത്മീയ ലഹരിയിലേക്ക് ഉയർത്തി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൂലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. عند حلول الحديث الحميم من بدا على حبيبك خير الخلق كلهم دائما أبدا على حبيب خير خلق كلهم. الحمد لله، نشكركم شكرا جزيلا على إسماعنا في هذا المجلس العاطر قصيدة من البردة خصوصا الاستغاثة بالنبي صلى الله عليه وسلم. يا مباركين وأنت إن شاء الله. إن شاء الله. إن شاء الله الرجل المجاهد. إن شاء الله. قمر العلماء. المجاهد في سبيل الله. المجاهد قمر العلماء. ويا أهل الهند عندكم رجل مجاهد ادعوا الله وأمري وأن يتقي الله من كل من يعافينا. آمين. إن شاء الله. تقبل الله. نأتي إلى كيدنا بعد مدة. إن شاء الله إن شاء الله إن شاء الله. കുറച്ച് കാലം കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരും. أوصيكم بتقوى الله. مرحبا مرحبا مرحبا. تمسكوا به. أطيعوه بأوامره أيها الطلبة أيها العلماء. المجاهد الشيخ أبو بكر قمر العلماء.
ഇങ്ങനെ പോകുന്നത് ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇനി ഞാൻ അബ്ബാസ് മാലിക്ക് നേരെ തന്നെ കൊണ്ടുവരാം. നോക്കൂ, നിങ്ങൾ ഇപ്പൊ ഫോണിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്ക് ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ കാത്തിരുന്നോ, ഈ മാസം 30-ാം തീയതി നമ്മുടെ കേരളത്തിൽ അബ്ബാസ് മാലിക്ക് എത്തുന്നു. 30-ാം തീയതി 5 മണിക്ക് അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിയിട്ട് അതാ ഷാർ മുബാറക് മസ്ജിദിന് തറക്കല്ലിടുന്നു ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്ക്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നും മക്കയിൽ ജീവിക്കുന്ന പ്രശസ്ത പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മാലിക്കിയുടെ അനുജൻ. ഇൻഷാ അല്ലാഹ് 30-ാം തീയതി കേരളത്തിലെത്തുന്നു. സഹോദരങ്ങളെ, ഡേറ്റ് മറക്കണ്ട. 30-ാം തീയതി 5 മണിക്ക് അബ്ബാസ് മാലിക്കിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിക്ക് തറക്കല്ലിടുന്നത്. പറയട്ടെ, ആ വാക്കുകൾ ഞാൻ കാണിച്ചു തരാം. മർക്കസിന്റെ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് മഹാനായ അബ്ബാസ് മാലിക്കി കാന്തപുരം ഉസ്താദിനെ വിളിച്ചൊരു വാക്കുണ്ട്, ഖബറുൽ ഉലമ. ഖബറുൽ ഉലമ, ഇത് നമ്മൾ വിളിച്ചതല്ല. ശരിക്ക് കേട്ടോ, എല്ലാവരും കേട്ടോ. നമ്മൾ വിളിക്കേണ്ട പേര്, ആദരിക്കേണ്ടത് അറേബ്യയിൽ നിന്ന് വന്നിട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാന്തപുരം ഉസ്താദ് ചില്ലറക്കാരനല്ല. നിങ്ങൾ ഖബറുൽ ഉലമ എന്ന് വിളിച്ചോ, കേട്ടോ. ومن العجائب أن البخاري قلبه في كيرلا وجسمه في بخارى. ونهنئ أيضا الإمام الكبير والداعية الشيخ أبو بكر، والذي نطلق عليه الآن بأنه يكون قمر العلماء. الشيخ أبو بكر قمر العلماء. فنشكر الله الذي جمعنا بهذه الكوكبة من العلماء ومن طلاب العلم، ونرجو منكم أيها الإخوان أن تتمسكوا بالدين وتتمسكوا بشيخكم الشيخ أبو بكر، فإنكم لو طفتم الهند لم تتحصلوا على رجل مجاهد بالعلم مثل الشيخ أبو بكر. ونحن بهذه المناسبة نهلل تهليل. അറബ് ലോകത്തെ എല്ലാ നാടുകളിൽ നിന്നും, വിശുദ്ധ മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ മിസ്റിൽ നിന്നോ ഒമാനിൽ നിന്നോ യമനിൽ നിന്നോ അതേ രൂപത്തിൽ മഗ്രിബിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നുമായി ഞങ്ങൾ വിദേശ പ്രതിനിധികൾ ഈ വലിയ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, ഈ മഹത്തായ വിജ്ഞാനത്തിന്റെ ഉദ്യാനത്തിലെ നിങ്ങളുടെ ഈ സംഗമത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നതിനും നിങ്ങളുടെ ഈ മഹത്തായ ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നതിനും വേണ്ടിയാണ്. അതോടൊപ്പം നിങ്ങളൊക്കെ അനുഗ്രഹീതരാണ്. ഏറ്റവും ഉന്നതരായ സാദാത്തുക്കളും നേതാക്കളും നിങ്ങൾക്കെപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല മാർഗങ്ങളിലൂടെ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നേതൃത്വത്തിൽ ബഹുവന്യരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ ഉണ്ട് എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തെയും മറ്റ് സാദാത്തുക്കളെയും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ യുഗത്തിന്റെ വെളിച്ചവും മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയും അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കൾക്കിടയിൽ ആഗോളാടിസ്ഥാനത്തിൽ പൂർണ്ണമായി കത്തിത്തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന പൂർണ്ണചന്ദ്രനായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് മുസ്ലിയാർ അവർകളുമാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, ആ മഹാനായ വ്യക്തിത്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സന്ദേശങ്ങൾ ജീവിതത്തിലുടനീളം നിങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ്. ഖമറുൽ ഉലമ, ഉലമാക്കളിലെ പൂർണ്ണചന്ദ്രൻ എന്ന ആ മഹത്തായ നാമം ഞങ്ങൾ അറബ് ലോകത്തെ പണ്ഡിതന്മാർ ഈ വേദിയിൽ നിങ്ങളെയൊക്കെ സാക്ഷികളാക്കി അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് അല്ലേ? ചില ആളുകൾ മനസ്സിലാക്കിയത് നമ്മൾ തമാശക്ക് ഇട്ടുകൊടുത്തതാണ്. തമാശക്ക് നമ്മൾ പേര് വെച്ചതാണ്, ഉസ്താദിന് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് കരുതിയിട്ട്. അല്ല അല്ല അല്ല, അറേബ്യയിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ
കേട്ടോ. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഉസ്താദിന്റെ ഖദർ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പലർക്കും. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, അവിടെ നിങ്ങോട്ട് വന്നിട്ട് പണ്ഡിതന്മാരുടെ ചന്ദ്രൻ എന്ന് പേര് വിളിക്കാൻ മാത്രം ഉയർന്ന മഹാനായ ശൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ, അതുകൊണ്ട് നമുക്കിനി അങ്ങനെ വിളിക്കാം. അതേ, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര പണ്ഡിതന്മാർ! ഹസൻ സദ്ദാദ് ആരാ നിങ്ങൾ അറിഞ്ഞാലേ അതിന്റെ വിലയറിയുള്ളൂ. ഇവരൊക്കെ ആരാ? ഹസൻ സദ്ദാദിനെ കുറിച്ച് അറിഞ്ഞവർക്കറിയാം. അള്ളാഹുവിന്റെ റസൂലിനെ ഇടക്കിടക്ക് സ്വപ്നം കാണുന്ന മഹാൻ. അതും ഇവിടെയല്ല, സിറിയയിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും, ബഗ്ദാദിലും, എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെട്ട ലോക പ്രശസ്ത പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. ഇവര് വന്ന് ആശീർവദിക്കുകയാണ്. ഒരു കിതാബും ഓതി പഠിക്കാത്ത ഞമ്മക്ക് തോന്നുകയാണ്, ഓ, ഞാൻ കാന്തപുരം ഉസ്താദിനേക്കാൾ ഉഷാറാണ്. എങ്ങനെയുണ്ട്? അതാ പറഞ്ഞത്. ആരാശീർവാദിക്കാത്തത്? വടകര മുഹമ്മദ് തങ്ങൾ. അറിയില്ലേ നിങ്ങൾക്ക്? ഉസ്താദിന്റെ ഓരോ കുതിപ്പിലും ഉസ്താദിന്റെ കൂടെ നടന്ന ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് തങ്ങൾ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ, എത്രയെത്ര മഹാന്മാർ! ഈ നൃത്തത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും വലിയ മഹാന്മാരല്ലേ? ഇനി ഞാൻ ഒരാളെ കൂടി കൊണ്ടുവരാം. മഹാനായ അദ്ദുക്തൂർ ഡോക്ടർ ഉമർ അബ്ദുള്ള ഖാമിൽ അല്ലേ? മക്കയിലെ വിശുദ്ധ, ഇന്നും നിങ്ങൾക്ക് കാണാം മക്കയിലെ വിശുദ്ധ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഉമർ അബ്ദുള്ള കാമിൽ. ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. മർക്കസിൽ വന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരികയാണ്. എത്ര മഹാന്മാർ! പറഞ്ഞാലുണ്ടോ ഇത് തീരുന്നു? അതാണ് കാന്തപുരം ഉസ്താദിന്റെ ശക്തി കേട്ടോ. ഈ മഹാന്മാരായ പണ്ഡിതന്മാരും സാദാതീങ്ങളും ആലിമീങ്ങളും കാന്തപുരം ഉസ്താദിന്റെ പിന്നിലുള്ള കാലത്തോളം ഉസ്താദിന്റെ ഒരു രോമത്തിനെ തൊടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. കാരണം ഉസ്താദിന്റെ പിന്നിലുള്ളത് ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, ഇതുപോലെയുള്ള മഹാന്മാരുടെ ആശീർവാദമാണ്. കേട്ടോളൂ സഹോദരന്മാരെ, ഉമർ അബ്ദുള്ള കാമിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ഉസ്താദിന്റെ കൂടെ اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا اللهم صل على سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين يا غياث المستغيثين يا رجاء السائلين يا أول الأولين ويا آخر الآخرين يا ربنا ورب آبائنا الأولين. മക്കയിലെ വിശുദ്ധനായ പണ്ഡിതൻ, തർക്കമില്ല. ഇനി ഞാൻ ഒന്നുകൂടി കൊണ്ടുവരണം. ഞാൻ മുജാഹിദ് ജമാഅത്തുകളെ കുറിച്ചായി പറയുന്നത്. സുന്നികൾ ആരെങ്കിലും ഉസ്താദിനെ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല ബുദ്ധി തരട്ടെ നമ്മൾ പറയുള്ളൂ. നിങ്ങൾ ഉസ്താദിനെ ഒന്ന് പോയി കണ്ടാൽ ആ മുഖത്തൊന്ന് ശരിക്കും നോക്കി എല്ലാവരും റെഡിയാവും കേട്ടോ. അതിൽ ഒരു തർക്കവുമില്ല. സബാഹ് റിഫായി എന്ന് കൊണ്ടുവരൂ. ആരാ സബാഹ് റിഫായി? ബഗ്ദാദിൽ നിന്ന് വന്ന ശൈഖ് റിഫായിയുടെ പേരക്കുട്ടിയാണിത്. സഹോദര, നിങ്ങളൊരിക്കൽ സമയം തന്നാൽ ഞാൻ ഈ ഒറ്റ നൃത്തത്തിലിരുന്ന് ഡസൻ കണക്കിന് ആലിമീങ്ങളെ, സാദാത്തീങ്ങളെ, ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള 10,000 പണ്ഡിതന്മാരുടെ ലിസ്റ്റ് ഇവിടെ കൊണ്ടുവരും. لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ سلطان العلماء، وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى لتبليغ سنة رسول الله عليه الصلاة والسلام. ഞാൻ ചോദിക്കട്ടെ, ഈ ആശീർവാദങ്ങളെല്ലാം നേടിയ ഒരു പണ്ഡിതൻ നമ്മുടെ കാലത്ത് ജീവിക്കുക എന്നത് നമ്മുടെ ഭാഗ്യമല്ലേ? അല്ലാഹു നമുക്കും ആ നേതൃത്വത്തിനും ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ശൈഖ് റിഫായി അവിടുത്തെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട സബാഹ് റിഫായി. അവിടുന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അവിടുന്ന് ഒരു പേര് കൊടുത്തു, സുൽത്താനുൽ ഉലമ.
സുൽത്താനുൽ ഉലമ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇൻഷാ അല്ലാഹ് സബാഹ് റിഫായിയും ജനുവരി 30 നമ്മുടെ കേരളത്തിലെത്തുമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ തറയിട്ടാൽ ഇവിടെ ഉണ്ട് സഖാഫി ഉസ്താദ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഈ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഉസ്താദ് ഈ പ്രവർത്തനങ്ങളൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ കൂടെയുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. സ്വഭാരിഫായി ഒരു വർത്താനം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അഥവാ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്ന് സ്വഭാരിഫായി മടങ്ങിപ്പോകുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങളെ കുടുംബ പരമ്പരയിലൂടെ ഏതാനും ചില തിരുശേഷിപ്പുകൾ ഞങ്ങളെ കൈകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വരവിന് ഞാനത് ശൈഖ് അബൂബക്കറിനെ കൈമാറുമെന്ന് ശൈഖ് സബാഇഫായി പ്രഖ്യാപിച്ചിട്ടാണ് പോയത്. മക്കളെ, നിങ്ങളെ കഥ കഴിയും കേട്ടോ. ഒരു വാക്കേ പറയാനുള്ളൂ, മൂത്തൂബിയോയിരിക്കും, അതല്ലാതെ വേറെ മാർഗങ്ങളില്ല. അതിപ്പോ തന്നെ പറയാണ്, എല്ലാവരും മനസ്സിലായി കുഞ്ഞത് വിവാദമാക്കാൻ പോണ്ട. സബാഇഫായി ആണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അഹ്മദ് ഖസ്റജിയും ഉണ്ടാകും കേട്ടോ. 30-ാം തീയതി പേടിക്കണ്ട. അഹ്മദ് ഖസ്റജി കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അറിയപ്പെട്ട അഹ്മദ് ഖസ്റജിയില്ലേ, ജനുവരി 30 നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്താണ് ഷഹർ മുബാറക് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മഹാനായ അഹ്മദ് ഖസ്റജി, സബാഹ് റിഫായി, അബ്ബാസ് മാലിക്കി ഇവരെല്ലാം ആശീർവദിച്ച കാന്തപുരം ഉസ്താദ് ഇല്ല, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുക്കാൻ മാത്രം കൽപ്പുള്ള പവറുള്ള മനക്കരുത്തുള്ള ഒരു ശക്തിയും ഈ ദുനിയാവിലില്ല കേട്ടോ. ഇത് സത്യമാണ്. ഇനി ഞാൻ പറയട്ടെ, പലരും വിചാരിച്ചു പോയി ഉസ്താദ് എങ്ങനെയൊക്കെ ആണെങ്കിലും ശംസുൽ ഉലമ അപ്പുറത്തല്ലേ? അല്ലട്ടോ, അല്ല. ആര് പറഞ്ഞു അപ്പുറത്താണ്? എടുക്ക്, ഫോട്ടോ കൊണ്ടുപോവാ. ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉസ്താദിനെ പിന്താങ്ങിയ മഹാനുഭാവനാണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഒന്ന് നോക്കിക്കോളൂ ആ ഫോട്ടോ, കണ്ടോ നിങ്ങള്? ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്നു, കണ്ടോ? തൊട്ടിപ്പുറത്താരായിരിക്കുന്നത്? മഹാനായ ഫസൽ തങ്ങൾ, കാന്തപുരം ഉസ്താദിന്റെ കൂടെ പാറ പോലെ ഉറച്ച മഹാനായ സാദാത്യങ്ങളിൽപ്പെട്ട മഹാൻ. അല്ലാഹുവേ, നീ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. തൊട്ടിപ്പുറത്തുണ്ട് ഒരു ചെറുപ്പക്കാരൻ, ചങ്കൂറ്റമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ആരാണത്? അതാണ് ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ കേട്ടോ. സഹോദരന്മാരെ, ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ആശീർവദിച്ച പണ്ഡിതൻ. അതേ മാത്രമാണോ? നീ ഈ തലക്കലുണ്ട് ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാരുണ്ട്. എത്ര മഹാന്മാർ, എത്ര നേതാക്കൾ. ഇല്ല, ഉസ്താദിനെ ഒരു നിലക്കും സഹോദരന്മാരെ ഒറ്റപ്പെടുത്താൻ സാധ്യമല്ല. ഇനി കേൾക്കണോ നിങ്ങള്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെതിരെ ആരോപണമുണ്ടായി. അരീക്കാട് പള്ളിക്ക് വേണ്ടിയുള്ള പണം കട്ടു ആരോപണമുണ്ടായപ്പോ കാന്തപുരത്തിന്റെ കരങ്ങൾ സുരക്ഷിതമാണെന്ന് പറഞ്ഞ പണ്ഡിതനാണ് ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ കേട്ടോ. മാത്രമല്ല, ശംസുൽ ഉലമ പറഞ്ഞത് തീർച്ചയായും കാന്തപുരത്തിന്റെ കൈവശം പള്ളിയുടെ ഒരു അംശം പോലുമില്ല. കാന്തപുരം ഉസ്താദിന്റെ കരങ്ങൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ, ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളെ കാത്തിരിക്കുകയാണ് ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ. കണ്ടോ? പഴയ പത്രക്കട്ടിങ്ങിൽ നിന്ന് അത് ക്ലിയർ കുറവാ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കാത്തിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ്. ഇനിയും കാണണോ? ഞാൻ ഒറ്റ നൃത്തത്തിൽ അത് ഇഷ്ടം പോലെ പറയും കേട്ടോ. കാന്തപുരം ഉസ്താദിന്റെ, ഖമറുൽ ഉലമ ഉസ്താദിന്റെ മഹത്വം അറിയണോ സഹോദര? എടുക്കുമോനെ അടുത്തത് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ സഹോദരന്മാരെ. കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരില്ലേ, കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ കാന്തപുരം ഉസ്താദ് ശംസുൽ ഉലമയുടെ കൂടെ ഏതാ സദസ്? മർക്കദു തഖാഫത്തു സുന്നിയയിൽ മർക്കസിലതാ തഖസ്സുസിന്റെ ക്ലാസ് തുടങ്ങാൻ. തഖസ്സുസ് മനസ്സിലായില്ല? ബിരുദാനന്തര ബിരുദം. തഖാഫിയായി പിന്നെയും പഠിക്കുന്നവർ കാമിൽ സഖാഫിയാകുമല്ലോ.
ആ കാമിൽ തഖാഫി ബിരുദം കൊടുക്കുന്ന കോഴ്സാണ്. സഹോദരന്മാരെ, ആ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അന്ന് കണ്ടോ നിങ്ങൾ ആരാ അവരെ സ്വാഗതം ചെയ്യുന്നത്? ആ പ്രസംഗിക്കുന്ന വ്യക്തി ആരാ? അതാണ് ഖമറുൽ ഉലമ ഉസ്താദ് കേട്ടോ. അവിടെ ഇരിക്കുന്നതാരാ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ചോദിക്കട്ടെ സഹോദരന്മാരെ, കാന്തപുരം ഉസ്താദ് ഏറ്റവും നീചനാണെന്ന് പ്രഭാഷണം നടത്തുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിക്കട്ടെ, ശംസുൽ ഉലമ ആശീർവദിച്ച ഖമറുൽ ഉലമയെ, കണ്ണിയത്ത് ഉസ്താദ് ആശീർവദിച്ച ഖമറുൽ ഉലമയെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം ഒരാളെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. ആയിരക്കണക്കിന് മയ്യത്തുകളെ ചവിട്ടിയിട്ടല്ലാതെ കാന്തപുരം ഉസ്താദിന്റെ രോമത്തെ തൊടാൻ ഒരാളെയും അനുവദിക്കുകയില്ല. അത് കാന്തപുരം ഉസ്താദിനെ ജീവനോടും സ്നേഹിക്കുന്ന ഞങ്ങൾ പറയുന്നത് ഒറ്റ വാക്കാണ്, ഐക്യകണ്ഠേനയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോ? കഴിഞ്ഞിട്ടില്ല എത്രയെത്ര മഹാന്മാര്. ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു കാലത്ത് എതിരായില്ലേ? അത് ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാ. ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ അവസാനം ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങളെയും കാന്തപുരം ഉസ്താദിനെയും വിളിച്ച് അതൊക്കെ മസ്ലഹത്തായി സുന്നികൾ ഐക്യപ്പെടണം എന്ന മഹത്തായ ധാരണയോടെയാണ് ശംസുൽ ഉലമ വഫാത്താകുന്നത്. അല്ലാഹു അവർക്ക് കൊടുത്ത തൗഫീഖാണത്. ഞങ്ങൾ ശംസുൽ ഉലമയെ ചീത്ത പറയും? ഒരിക്കലും ചീത്ത പറയില്ല. ഇനി കണ്ടോ നിങ്ങള്? മാത്രമല്ല സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ, വലിയ പണ്ഡിതനായ മുഹമ്മദ് അലി സ്വാബൂനി, ബഹുമാനപ്പെട്ട ഒരുപാട് തഫ്സീറുകൾ എഴുതിയ വലിയ മഹാൻ, സുഫ്വത്തു തഫാസീർ മുതഅല്ലിമീങ്ങൾക്കറിയാം, 35ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയ, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട മുദരിസായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ആ വലിയ പണ്ഡിതനായ മുഹമ്മദ് അലി സ്വാബൂനി, ഇങ്ങനെയുള്ള എത്രയെത്ര പണ്ഡിതന്മാർ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട അവേലത്തുതങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ നിഴൽ പോലെ ഉസ്താദ് അവരുടെ കൂടെ നടന്ന ബഹുമാനപ്പെട്ട മഹാൻ. ഇനി ഞാൻ ഒരാളും കൂടി കാണിച്ചു തരാം. അതാണ് അഹമ്മദ് ഖസ്റജി. അതെന്തായാലും നിങ്ങൾ കാണണമല്ലോ. ഒന്നിങ്ങ് കൊണ്ടുവരൂ. നമ്മളെ ഖസ്റജിയെ കാണാതെ ഈ സമയത്ത് ഞാൻ പ്രസംഗിച്ചാൽ അതെന്റെ പ്രഭാഷണം പൂർണ്ണമാകൂല. അതുകൊണ്ട് അഹമ്മദ് ഖസ്റജി ഒന്ന് വരട്ടെ. പലർക്കും സംശയം, സ്വപ്നം കണ്ടിട്ടാണ്, അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടാണ് ഷഹർ മുബാറക്ക് എത്തിയെന്നല്ല പറഞ്ഞത്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? അത് വെറുതെ പറഞ്ഞതാണോ? ഒന്ന് കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഖസ്റജി തന്നെ നിങ്ങളോട് പറഞ്ഞു തരും ആരാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ആരാണ്? അല്ലാഹുവിന്റെ റസൂലാണോ അതോ മറ്റു വല്ലവരുമാണോ? ഷഹർ മുബാറക്ക് കൊടുക്കാൻ വേണ്ടി, ഉസ്താദിന് കൊടുക്കാൻ വേണ്ടി ഖസ്റജിയോട് പറഞ്ഞത് ആരാണ്? നമുക്കൊന്ന് അച്ചടക്കത്തോടെ ഇരുന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ് 30-ാം തീയതി അതിന്റെ ബാക്കി ഖസ്റജി പറയും. എല്ലാവരും വരാൻ മടിയുള്ളവരുണ്ടെങ്കിൽ അന്ന് നെറ്റ് ഓണാക്കിയിട്ട് നമ്മുടെ മലബാർ ക്ലാസ് റൂമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ക്ലാസ് റൂമുകളെ തുറന്നൊന്ന് കേൾക്കുക. നിങ്ങൾ കേൾക്കണം ഖസ്റജിയുടെ പ്രഭാഷണമെന്ന്. അറബി അറിയില്ലേ? ഇൻഷാ അല്ലാഹ് അറബി അറിയുന്ന പണ്ഡിതന്മാരത് പരിഭാഷയെങ്കിലും കൊടുത്തു. പേടിക്കണ്ട. അതുകൊണ്ട് തന്നെ കേട്ടോളൂ സഹോദര. ഖസ്റജിയുടെ വാക്കുകളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. فسبب انتقال الأمانة الشريفة وهي شعرة مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيد رسول الله صلى الله عليه وآله وصحبه وسلم. فأنا خادم الآثار الشريفة ولست بصاحبها. صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر. هذه الآثار الشريفة موجودة عندنا وانتقلت إلينا بأسانيدها الشريفة المتواترة، ونحن لا نفرط فيها أبدا. وأتتنا عروض كثيرة من شخصيات عالمية، ولكن نحن لا نفرط بهذه الآثار الشريفة لأننا لا نملكها. هي ملك الأمة الإسلامية وصاحبها سيدي رسول الله صلى الله عليه وسلم، وأنا خادم هذه الآثار. هناك بعض الشخصيات التي لها بصمات في الأمة الإسلامية من ناحية أعمال الخير أو من ناحية نشر العلم الشريف أو الصلح
بين الطوائف والأمم، شخصيات لها تاريخ، لها بصمة، لها وقع على المجتمع. من هذه الشخصيات فضيلة الشيخ أبو بكر أحمد. فاختصاص سيدي رسول الله صلى الله عليه وسلم له بهذه المنحة السنية الجليلة إنما هو تدعيم للشيخ أبو بكر وتكريم له ومكافأة لما عمله ويعمله لأهل بلده من نشر العلم، رعاية الأيتام، رعاية الفقراء، رعاية المساكين، إلى تعليمهم من صغرهم من حالة العدم إلى حالة الوجود، إلى حالة تملك العلم، تملك أسباب الحياة. فهذا هو، لا شك أن هذا الذي أنا أرى حسب فهمي، ولكن اختصاص سيدي رسول الله صلى الله عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയോ? ഈ ഷഅർ മുബാറക്ക് ഞാൻ കാന്തപുരം ഉസ്താദിന് ഖമറുൽ ഉലമ എന്തെല്ലാം പറഞ്ഞില്ലേ? അബുല്ലൈതാബ്, യതീമകളുടെ സംരക്ഷകൻ, ഉസ്താദ്, പണ്ഡിതൻ. നമ്മക്ക് പറയാനാ മടി. നിങ്ങൾ നിന്ദിച്ചോ? ബഹുമാനപ്പെട്ട അഹ്മദ് ഹസ്രജിയുടെ വാക്കുകളാണ്. ഈ പണ്ഡിതന് ഞാൻ കൊടുക്കാനുള്ള കാരണം അംറും മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അംറാണ്, കൽപ്പനയാണ്. ഇനി പറയുന്ന വാക്ക് കേട്ടോ, ഒരു കാര്യം പറഞ്ഞേക്ക, പരലോകത്തിൽ വിശ്വസിക്കണം. ഞാൻ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ ഞാനൊരു കാര്യം അർപ്പിക്കണം, ഞാൻ പരലോകത്ത് വരും, ഉസ്താദും വരും, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും മഹാനായ CM വലിയുല്ലാഹിയും അതുപോലെയുള്ള ആലുവായ അബൂബക്കർ മുസ്ലിയാരും ഇങ്ങനെ തുടങ്ങി കക്കിടിപ്പുറം ഉസ്താദും എല്ലാവരും വരും. ഇവർ ആശീർവദിച്ചു എന്ന് അതിന്റെ പ്രമാണങ്ങൾ സഹിതം ഞാൻ ഇവിടെ പറയുമ്പോ സഹോദര, ഷഅർ മുബാറക്ക് കൊടുത്ത് നബിതങ്ങളും അനുഗ്രഹിച്ചു. അതാ നബി പറഞ്ഞിട്ടാ ഞാൻ കൊടുത്ത ആളായി പറയുന്നത്. കൊടുത്തച്ച അവിടെ നിൽക്കട്ടെ, കണ്ട ഞാൻ പറയട്ടെ എന്ന് പറയാൻ പറ്റൂ? ഞാൻ ആ ഷഅർ മുബാറക്കിന്റെ ഉടമസ്ഥനല്ല, അതിന്റെ സാഹിബ് സയ്യിദുനാ റസൂലുള്ളാഹി, ആ നബിയാണ് എന്നോട് കൽപ്പിച്ചത്. കണ്ടോ, വഹുവല്ലദി യഅ്മുർ, ആ നബിയാണ് എന്നോട് കൽപ്പിച്ചത്. വനഹ്നു ലാ നുഫർരിതു ഫീഹാ അബദാ, ഈ തിരുശേഷിപ്പുകൾ ഞങ്ങൾക്ക് സ്വീകാര്യമായ പരമ്പരകളോട് കിട്ടിയതാണ്. വനഹ്നു ലാ നുഫർരിതു ഫീഹാ അബദാ, ആ തിരുശേഷിപ്പുകളുടെ വിഷയത്തിൽ ഞങ്ങളൊരു വീഴ്ചയും വരുത്തുകയില്ല. ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞ വാക്കാ ഇത്. മഹ്ശറയിലും പറയും സഹോദരന്മാരെ, നല്ലോണം ചിന്തിച്ചോളൂ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഒന്ന് മാപ്പ് പറയില്ലാതെ വേറെ രക്ഷ ഒന്നുമില്ല. ഇനി ഞാൻ ആ രംഗം കൂടി കാണിച്ചു തരാം. വെറുതെയല്ല, കണ്ടോളൂ. ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് അഹ്മദ് ഹസ്രജി ഷഅർ മുബാറക്ക് കൈമാറുന്ന രംഗം കാണാതിരിക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാ പണ്ഡിതന്മാരും ആശീർവദിച്ചു. എല്ലാവരും, ആ പറഞ്ഞ മഹാന്മാരിൽ പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാരും ഇനിയും പറയാനുണ്ട്. ബഹുമാനപ്പെട്ട OK അബ്ദുള്ള കുട്ടി മുസ്ലിയാർ കുറ്റിക്കാട്ടൂരിൽ വഫാത്തായി കിടക്കുന്ന മഹാൻ, അതുപോലെ യാസീൻ ഫാദാനി, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മക്കയിൽ പോയി ഓതിപ്പടിച്ച പണ്ഡിതൻ. ഉസ്താദിന് ഇവിടെ മാത്രമല്ല ഉസ്താദ്, അവിടെയുമുണ്ട് പണ്ഡിതന്മാർ. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആ ഷഅർ മുബാറക്ക് നൽകുന്ന രംഗം ഒന്ന് കണ്ടോളൂ. വിശ്വാസികളുടെ നായകനാൽ സമ്മേളന സദസ്സ് അനുഗ്രഹീത ധന്യമായ മുഹൂർത്തം. തിരുശേഷിപ്പിന്റെ ചരിത്രാടയാളങ്ങൾക്കൊപ്പം സഞ്ചരിച്ച കേരളീയ സമൂഹത്തിന് തിരുജീവിതത്തിന്റെ തിരുശേഷിപ്പ് പ്രാമാണികമായി കൈയേന്താനും അതിന്റെ സാന്നിധ്യത്തിൽ അനിർവചനീയ അനുഭൂതിയിൽ ആത്മനിർവൃതി അടയാനും സൗഭാഗ്യം ലഭിച്ചു. പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് തിരുനബി സ്നേഹത്തിന്റെ അലൗകിക വിധാനത്തിലേക്ക് വഴി നടത്തിച്ച പ്രവാചക പ്രേമി ശൈഖുന കാന്തപുരത്തിന് തിരുനബിയുടെ അനുഗ്രഹം സിദ്ധിച്ച സുവർണ നിമിഷത്തിന് 33-ാം വാർഷിക സമ്മേളന സദസ്സ് സാക്ഷിയായി. തിരുനബിയുടെ തിരുകേശം കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് ദുബായ് ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഷെയ്ഖ് ഖസ്രജി ഏൽപ്പിക്കുമ്പോൾ കാന്തപുരവും മർക്കസും ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നടന്നു കയറി. ആത്മീയ സാഫല്യത്തിന്റെ നെറുകയിലേക്ക്, പ്രവാചകാനുഗ്രഹത്തിന്റെ പ്രകാശപ്പൊലിമയിലേക്ക്, തിരുശേഷിപ്പിന്റെ ബറക്കത്തിലേക്ക്.
ആ നിമിഷം സമുദ്ര സമാനരായ സദസ്സ് ഒരേ ശബ്ദത്തിൽ വിശ്വാസ ചൈതന്യത്തിന്റെ നിറസാഫല്യത്തെ നെഞ്ചേറ്റി ഒരുമിച്ചു പാടി. الحمد لله حمدا كثيرا طيبا مباركا. ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവർക്ക് എല്ലാ പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിലതാ ഷഹർ മുബാറക്ക് ഇതിലെന്തു വഞ്ചനയാ ഉള്ളത് സഹോദരന്മാരെ. നിങ്ങൾ ഇത്ര പരസ്യമായിട്ടല്ലേ, രഹസ്യമായി കൊടുത്തതല്ലോ. ആർക്കാ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ബുദ്ധിയുള്ള എല്ലാവരും അതിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ വരും 30-ാം തീയതി ഒന്ന് വന്നിട്ട് നോക്ക് അവിടെ എന്താ ഉള്ളത്. അവിടെ പൈസ കൊടുക്കണോ? എന്താ വേണ്ടത്? നിങ്ങൾ ചിന്തിക്കി. അതാ വേണ്ടത്. കഴിഞ്ഞിട്ടില്ല. അപ്പൊ സഹോദരന്മാർ, ഏത് പണ്ഡിതനായാലും ഏത് അറബിയായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും ആശീർവാദം കിട്ടിയ മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഖബറുൽ ഉലമ ഉസ്താദ് അവറുകൾ. മുജാഹിദുകൾ വളരെ പാടുപെട്ട് ഒരു അറബിനെ കൊടുത്തു.
ചങ്ങരംകുളത്ത് സമ്മേളനം ഈ അറബികളെല്ലാം പിടിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിച്ചത് ഓല് മുജാഹിദായിട്ടാണ്. അല്ല, പിടിച്ചു കൊണ്ടുവരാ. ഇത് ഓൽക്കെന്ത്, ഇത് സുന്നിയാറിന് കൊണ്ടുവരല്ലേ? അവസാനം കാലിക്കറ്റ് എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയപ്പോ അറബി ചോദിച്ചല്ല എന്നെ ഷെയ്ഖ് അബൂബക്കർ ഇവിടെ ഇവരിങ്ങനെ ബട്ടൺ കറങ്ങുന്നത്. ഷെയ്ഖ് അബൂബക്കർ മർക്കസിലെത്തണം ഉടനെ. ഷെയ്ഖ് അബൂബക്കറിനെ കാണാതെ ഇനി ഉറക്കില്ല. അവസാനം ഒരു കാറ് വിളിച്ച് മർക്കസിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തു. ആ അറബിയെ മുജാഹിദിന്റെ ചെലവിൽ കൊണ്ടുവരാ, സംഭാവന മർക്കസിലും. ദേശം ഓലും പറഞ്ഞിട്ട് കാര്യമില്ല, അസൂയപ്പ എല്ലാവർക്കും ഉണ്ടാവൂലേ? ഒന്ന് നോക്കൂ നിങ്ങള്. അതിന് മുജാഹിദ് മൗലവിനെ കൊണ്ടുതന്നെ പണി ഞാൻ പറയിപ്പിച്ചു തരാം, ഒന്ന് കണ്ടോളൂ. UAE-യിൽ നിന്ന് വന്ന ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത UAE-യിലെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കറിനെ വേണമെന്ന് പറഞ്ഞത് അവസാനം കാരന്തൂരിലേക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിരുന്നോ? കൂട്ടത്തിൽ നിങ്ങൾ വിശദീകരിക്കുക. ഒരു കാര്യം മനസ്സിലായി, അവിടെ പോയി നിങ്ങൾ കൊണ്ടുവന്നുള്ളൂ. ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളി. ഓലമുള്ള ചോദ്യമാണ്. അഭിരിക്കട്ടെ സഹോദരന്മാരെ, എല്ലാ പണ്ഡിതന്മാരും അതങ്ങനെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദ് അവർക്ക് വേണ്ടി നമ്മളെക്കാൾ പ്രാർത്ഥിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അത് മറു രാജ്യങ്ങളിലുള്ള ആളുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, കൃത്യമാണ്. ഇനിയോ ഇന്ന് ഉസ്താദിന്റെ കൂടെയുള്ള പണ്ഡിതന്മാർ മണിക്കൂർ സെക്കൻഡ് കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നേരത്തെ CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞല്ലോ എന്ത് APA കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചു. എവിടേക്ക്? കുഞ്ഞിക്കോയ തങ്ങളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും. ശബ്ദം വേണമെന്നില്ല, എടുത്തോളൂ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെന്നും കരുത്തു നൽകിയത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളാണ് കേട്ടോ. താജുൽ ഉലമ എന്ന് പറഞ്ഞ ആരാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതെ, നൂറ്റാണ്ട് കാലമായി അവിടെ ഉള്ളാളത്ത് കിതാബുകളും കാണാതെ ഓതിക്കൊടുക്കുന്ന മഹാനാണ് കേട്ടോ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് സംഭവിക്കുമെന്നുള്ളതിൽ കേരളം സാക്ഷിയാണ്. രണ്ടഭിപ്രായമില്ല കേട്ടോ. അത്രയും വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ആ താജുൽ ഉലമയുടെ കൂടെ അവിടുത്തെ കൈപിടിച്ച് താജുൽ ഉലമയുടെ ആശീർവാദം വാങ്ങിയെങ്കിൽ തന്നെ സഹോദരന്മാരെ, കാന്തപുരം ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ, ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇനി എത്ര പണ്ഡിതന്മാരാണ് ഞാനുണ്ടോ അത് പറഞ്ഞാൽ തീരുന്നു. എടുക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. സുലൈമാൻ ഉസ്താദിനെ കേട്ടിട്ടില്ലേ? സമസ്തയുടെ ഉപാധ്യക്ഷൻ, ഞങ്ങളുടെ ഉസ്താദ്, എത്രയോ കാലമായി ബുഖാരി ദർസ് നടത്തുന്ന മഹാപണ്ഡിതൻ. ഉസ്താദിന്റെ ജീവിതം ഇന്നും നിങ്ങൾ ഒതുക്കുങ്ങളിൽ ഇഹ്യാ ഉസ്സുന്നയിൽ പോയാൽ നിങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ സുലൈമാൻ ഉസ്താദ്. ആ പണ്ഡിതൻ കണ്ടോ, നമ്മുടെ നേതൃത്വമാണ്. ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ തന്നെ സഹോദരന്മാരെ, ഈമാനിന്റെ പ്രഭ തുളുമ്പുന്ന ആ മുഖങ്ങൾ, അല്ലാഹുവേ ഞങ്ങളെ നേതൃത്വത്തിന് നീ ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട MA ഉസ്താദ്, ചിത്താരി ഉസ്താദ്, പൊന്മള ഉസ്താദ്, ബഹുമാനപ്പെട്ട വൈലത്തൂര് ബാബ ഉസ്താദ്, എത്ര സാദാത്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ബഹുമാനപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ വൈലത്തൂര് തങ്ങൾ, ജമലുല്ലൈലി തങ്ങൾ, വഫാത്തായി പോയ തങ്ങളവറുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര നേതാക്കളാണ് പറഞ്ഞാലുണ്ടോ അവസാനിക്കുന്നു. പാണക്കാട് ഹുസൈൻ ശിഹാബ് ആറ്റിക്കോയ തങ്ങൾ വഫാത്തായി പോയി. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. കോട്ടൂർ ഉസ്താദ്, വലിയ മല പോലെയുള്ള ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ പിന്തുണ ഏത് കാലത്തും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് ശക്തി തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാലും പണ്ഡിതന്മാരുടെ പാരമ്പര്യവും അവരുടെ ശക്തമായ പിന്തുണയുമുള്ള കാലത്തോളം ഉസ്താദ് അവരുകളെ തൊടാൻ ഒരാൾക്കും സാധ്യമല്ല. ഇനി നിങ്ങൾ നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് ജീവിച്ച വലിയ മഹാൻ തങ്ങന്മാരിൽ വലിയ സ്ഥാനവുമുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും കാന്തപുരം ഉസ്താദിനെ ആശീർവദിക്കാത്തവരായി ഒരാളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വലിയ പണ്ഡിതനായ, വലിയ സാദാത്യങ്ങളിൽ ഏറെ സ്ഥാനമുള്ള കേരളക്കരയെ ആത്മീയതയിലൂന്നിയ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ശിഹാബ് തങ്ങളും കാന്തപുരം ഉസ്താദുമായുള്ള ബന്ധം എന്താണ്? അത് കണ്ടോളൂ നിങ്ങൾ.
ഉസ്താദ് അവരുകളെ പിടിച്ച്, കാന്തപുരം ഉസ്താദും ശിഹാബിതങ്ങളും പരസ്പരം കൂട്ടിപ്പിടിച്ച്, ഞാൻ പറയുന്നത് ഉസ്താദ് അവരുകളെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കുക, ശിഹാബിതങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണിത്. നിങ്ങൾ വായിക്കണം, പഠിക്കണം, അറിയണം കേട്ടോ. ശിഹാബിതങ്ങൾ കാന്തപുരം ഉസ്താദിനെ ആശ്ലേഷിക്കുന്ന ആളെന്ന് കാണിച്ചു കൊടുക്കും. കാന്തപുരം ഉസ്താദ്, ശിഹാബിതങ്ങള്, ഇതൊക്കെ കളിയല്ല സഹോദരന്മാരെ. നിങ്ങൾ കാണണം, ഉള്ളാട്ടങ്ങൾ അവറുകൾ, കാന്തപുരം ഉസ്താദ്, എത്ര മഹാന്മാർ. ഇവരെല്ലാം ഈ പറയുന്ന ആളുകളൊക്കെ പുറത്താവുന്നല്ലാതെ ഇവരൊക്കെ ഒന്നല്ലേ. നിങ്ങൾ നോക്ക്, മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തെ നമ്മൾ അവിടെ കാണുകയാണ്. ശിഹാബിതങ്ങളുടെ കൂടെ ഉള്ളാട്ടങ്ങൾ ദ്വാരിക്കുന്നു, ബഹുമാനപ്പെട്ട ശിഹാബിതങ്ങൾ ആമീൻ പറയുന്നു. കാന്തപുരം ഉസ്താദ് സമീപത്ത് തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എത്ര അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഉസ്താദിനെ ആശീർവദിക്കാത്തവരായി ഒരു പണ്ഡിതനെയും കാണാൻ സാധ്യമല്ല. 1 മുതൽ നമ്മൾ എണ്ണിയാൽ ഒരുപാടുണ്ട്. ഇനി ഞാൻ ഒരല്പസമയമാണെങ്കിൽ നിങ്ങൾ ഇത് ആത്മീയമായി ഉസ്താദ് അവർക്ക് നേതൃത്വം നൽകിയ വലിയ പണ്ഡിതന്മാരെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നത്. CM വലിയുല്ലാഹിയും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും ആലുവായി അബൂബക്കർ മുസ്ലിയാരും വടകര മമ്മദായി തങ്ങളും കക്കിടിപ്പുറം ഉസ്താദും EK അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും എത്ര മഹോന്നതന്മാരായ പണ്ഡിതന്മാർ, അബ്ബാസ് മാലിക്കി, അലവി മലിക്കി, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പണ്ഡിതന്മാർ. ഇനിയോ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവസ്ഥ എന്താ? അവരും അങ്ങനെ തന്നെ. ഏതാനും ചില ആളുകളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നു. കേരളത്തെ അറിഞ്ഞ് കേരളത്തിന്റെ ഭരണചക്രം കറക്കുന്ന ആളുകൾ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, ഉസ്താദിന്റെ ജീവിതവും ദൗത്യവും മുന്നേറ്റവും മനസ്സിലാക്കിയിട്ട് പ്രതികരിച്ച വാക്കുകൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ കാന്തപുരം ഉസ്താദിനെ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. മർക്കസിന്റെയും അതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാം ബഹുമാന്യായ കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാരുടെയും സമൂഹത്തോട് അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ, അതിൻ്റെ വളർച്ചയും ഉയർച്ചയും നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മർക്കസ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സേവന രംഗത്ത് ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനങ്ങൾ, അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് മർക്കസ് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വളർച്ച ദിവസേന എന്ന് പറഞ്ഞാൽ പോരാ, ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണ് AP ഉസ്താദിൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഇബ്രാഹിം മാഷോടും ഉസ്താദിനോടും ഒരു കാര്യം പറഞ്ഞു. ഉസ്താദ് രാഷ്ട്രീയത്തിൽ വരാത്തത് ഞങ്ങളെയൊക്കെ ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലുള്ള സംഘടനാ കഴിവൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ശ്രീ കരുണാകരനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ജ്യേഷ്ഠനാകുമായിരുന്നു ഉസ്താദ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ നേരത്തെ ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകിയത് ആത്മീയ നേതാക്കൾക്കാണ്. അതാണല്ലോ നമ്മുടെ പിടുത്തം. ഇത് അതിനോട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി വേണമെങ്കിൽ കണ്ടോളൂ, നമ്മളെ പഴയ വഖഫ് ബോർഡിന്റെ ചെയർമാനായ അബ്ദുൽ ഖാദർ MLA. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിലെ വിവിധ പണ്ഡിത സമ്മേളനങ്ങളിൽ ഈജിപ്തിലായാലും ഡമാസ്കസിലായാലും ദുബായിലായാലും ലോകത്തിലെ വിവിധ വേദികളിൽ ഏറ്റവും ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖനാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വേദി ലഭിച്ചതുകൊണ്ട് പറയുന്നതല്ല. എല്ലാ വേദികളിലും അഭിമാനപൂർവ്വം പറയത്തക്ക നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഉയർന്നു വന്നു എന്നത് ഇന്ന്
സുന്നി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന. കണ്ടോ നിങ്ങൾ? ഇനി ഞാൻ ഒന്ന് രണ്ടാളെ കൂടി കാണിക്കാം. ഏതായാലും കാണിച്ചതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയുമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിന്റെ വാചകങ്ങളൊന്ന് കേട്ടോളൂ. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് എല്ലാവരും, ഉസ്താദിനെ പറയാത്ത ഒരാളും ഉണ്ടാവില്ല. മർക്കസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ സംഭാവന വലുത് തന്നെയാണ്. മാത്രമല്ല അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്. അപ്പോൾ ഉണ്ടോ നിങ്ങൾ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാക്കുകളാണ്. കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇനി നമ്മളെ KT ജലീൽ MLA അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ഇവരെല്ലാം മനസ്സിലാക്കി, അതിനുവേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. എല്ലാവരും ഇവർ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു കൗമുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ നമ്മളെ മന്ത്രിമാർ, ഇവരൊക്കെ ഉസ്താദിനെ മനസ്സിലാക്കി, കമൽ ഉലമയും മനസ്സിലാക്കി. നമ്മളാണ് ഇപ്പോൾ മനസ്സിലാക്കാത്തത്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. നേടിയ നേട്ടത്തിന്റെ പേരിലല്ല, ഇനിയും വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ, വർഷങ്ങളിൽ ഈ സ്ഥാപനം നേടാനിരിക്കുന്ന, ഈ സ്ഥാപനം കരസ്ഥമാകാനിരിക്കുന്ന അത്യുജ്വലമായ വിജയത്തിന്റെയും നേട്ടത്തിന്റെയും പേരിൽ അതിനെ കളമൊരുക്കി എന്നുള്ളതിന്റെ പേരിൽ ഇതിന്റെ സംഘാടകന്മാരെ, വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ നെടുംതൂണായ ഒരു സ്ഥാപനത്തെയും ഒരു സംഘടനയെയും തന്റെ അസാമാന്യവും അനിർവചനീയവും അനന്യസാധാരണവുമായ നേത്രപാടവത്തിന്റെ മാസ്മരികതയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് ഒരു ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ അസാമാന്യമായ നേത്രപാഠവത്തിന്റെ പിൻബലത്തിൽ മുന്നോട്ടു പോകുന്ന ഈ സ്ഥാപനത്തിന്, ഈ സംഘടനക്ക് തിരിഞ്ഞു നോക്കേണ്ടത് പിന്നിട്ട വഴികൾ, വിജയിക്കുവാൻ എന്തൊക്കെ തങ്ങൾക്ക് നൽകി, വീഴ്ചകൾ എന്തായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് തന്നെയായിരിക്കും ഇതിന്റെ കുതിപ്പ്. ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്. അതുകൊണ്ടാണ് മുജാഹിദീങ്ങൾക്ക് പോലും രാഷ്ട്രീയക്കാരോട് ഉറപ്പാ. എന്തിനാ? AP ഉസ്താദിനെ ഗുണം പറഞ്ഞിട്ട്. ഈ അടുത്ത് ഞാൻ സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ട്. അയാൾ പറയുന്നുണ്ട്, കാന്തപുരത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പേടിയാണ്. നോക്ക് നിങ്ങൾ, അള്ളാഹ് കൊടുത്തല്ലേ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലേ? അള്ളാഹനെ ഒരാൾ ഭയപ്പെട്ടാൽ അവന് ലോകത്തുള്ള മുഴുവൻ ശക്തികളും ഭയപ്പെടും, അല്ലേ? നോക്ക് നിങ്ങൾ, സക്കരിയ സലാഹി അസൂയ പറയുന്നത് കാണിക്കണമെന്നത് ന്യായമായ ആവശ്യമാണ് സുഹൃത്തുക്കളെ. വാസ്തവത്തിൽ കാന്തപുരം മുസ്ലിയാരെ വിഗ്രഹവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. രാഷ്ട്രീയക്കാർക്ക് പോലും കാന്തപുരത്തെ പച്ചയായി എതിർക്കാൻ പേടി. കാരണം അയാളുടെ കുഞ്ഞാടുകളുടെ 4 വോട്ട് അയാൾ പറഞ്ഞവർക്ക് കിട്ടുമല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അയാളങ്ങ് വിമർശിച്ചാൽ ആ 4 വോട്ടെങ്ങാനും നഷ്ടപ്പെട്ടാലോ എന്നുള്ള നിലക്ക് ഇടതായാലും വലതായാലും ഒക്കെ അയാളെ തൊടാനൊരു പേടി. വലിയ പുരോഗമനം പ്രസംഗിക്കുന്ന ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ്